ഹേ ഗൈസ്, രാവിലെ വളിച്ച് ചിരിയൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നില്ലേ, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടിൽ, ചാർജർ, താക്കോൽ, അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. വീടിനകത്ത് നിധിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പൂട്ടി ഇറങ്ങണമല്ലോ. അപ്പോൾ അതാ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഗൈസ് എൻ്റെ പുതിയ ചെരുപ്പ്. ഞാൻ ഈ ടൈപ്പ് ചെരുപ്പ് ആദ്യമായിട്ടാണ് വാങ്ങിയിരുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഞാൻ നേരെ താഴത്തോട്ട് ഇറങ്ങി. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ റേഷൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കവർ പൊട്ടി അവിടെ മൊത്തത്തിൽ അരി വീണ് കേട്ടാ. കുറേ അരി പോയി. എനിക്ക് ഭയങ്കര സങ്കടമാണ് അരി ഇങ്ങനെ കളയുമ്പോഴത്തേന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് വെച്ച് പിടിച്ചത്. എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക വാങ്ങിച്ചു. ഭയങ്കര തിരക്കേട്ട റോഡിൽ. രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നതില്ലേ, ഞാൻ ആലോചിച്ച് ഈ തിരക്കിലൊക്കെ ഉന്തി തള്ളിപ്പിടിച്ച് ഞാൻ എങ്ങനെ ജോലിക്ക് എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്നിട്ട് നേരെ ഞാൻ വെച്ച് പിടിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു പപ്സ് വാങ്ങിക്കാമെന്ന് കരുതി. കണ്ണാടിപ്പെട്ടിയിലിരിക്കുന്ന പല പല വിഭവസമൃദ്ധമായ സാധനങ്ങൾ കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നുണ്ടെങ്കിലും ഞാനൊരു പപ്സിൽ ഒതുക്കി കേട്ടോ. അപ്പോൾ പപ്സ് വാങ്ങിച്ചു. പാഴ്സൽ വാങ്ങിക്കുകയാണ് ചെയ്തത്, ഞാൻ കഴിച്ചിട്ടില്ല. എന്നിട്ട് തൊട്ടടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് കയറി കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ഭക്തി കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതെ. അപ്പം ഞാൻ എന്തായാലും കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ചുറ്റിനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് വെള്ളപ്പൂ കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചു ജോലിക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ കേട്ടോ.